ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 112 സങ്കീർത്തനമാണ്. 10 തിരുവചനങ്ങളുള്ള ഈ സങ്കീർത്തനം നീതിമാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. ദൈവഭക്തന്റെ സന്തോഷത്തെക്കുറിച്ചും ഈ തിരുവചന ഭാഗങ്ങൾ ധ്യാനിക്കുകയാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ അറിയുകയും ചെയ്യുന്ന മനുഷ്യനാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തെ ഭയപ്പെടണം. രണ്ടാമത്തത്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കണം. അവന്റെ സന്തതി ഭൂമിയിൽ ശക്തമായിരിക്കുമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. നീതിമാന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദരിദ്രർക്ക് ഔദാര്യത്തോടെ കൊടുക്കുന്ന നീതിമാൻ അവന്റെ സമ്പത്തും ഐശ്വര്യവും അനുഭവിക്കും. അവന്റെ നീതി എന്നേക്കും തലമുറകളിലൂടെ നിലനിൽക്കും. ഇരുട്ടിൽ അവന് വെളിച്ചം ഉദിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. അവനൊരു ഗുണമുള്ളത്, ദുർവാർത്തകൾ അവൻ ഭയപ്പെടുന്നില്ല. അവന്റെ ഹൃദയം ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ദുഷ്ടര് ഇത് കണ്ടിട്ട് കോപിക്കുന്നു. അവരുടെ ആഗ്രഹം, ദുഷ്ടരുടെ ആഗ്രഹങ്ങൾ നശിക്കുമെന്ന് സങ്കീർത്തകൻ പറയുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, നീതിമാന്മാരുടെ കൊമ്പ് ഉയർത്തപ്പെടുമെന്ന്. ദയ, സ്നേഹം, നീതി, ഇങ്ങനെയൊക്കെയുള്ള ദൈവിക ഗുണവിശേഷങ്ങളാണ് കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യന് ആധാരമായിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മറ്റുള്ളവരോട് ദയാപൂർവം ഇടപെടാൻ, സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കാൻ, നീതിപൂർവം ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവിക ഗുണവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, തീരുമാനമെടുക്കാം. ഈശോയെ, നാഥനെ, കർത്താവെ, ഇന്ന് മറ്റുള്ള മനുഷ്യരോട് അല്പം കൂടി ദയോടുകൂടി, ഒരു അല്പം സ്നേഹത്തോടുകൂടി, കുറച്ചുകൂടി നീതിയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള കഴിവും അനുഗ്രഹവും ഒക്കെ ഞങ്ങൾക്ക് തരണം. അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തീരുമാനം ചെയ്യുന്നു. ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.